കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ 4 പേർക്ക് ജന്മനാട് വിട നൽകുന്നു. അനീഷ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിൽ തുടങ്ങി. വെളിച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ആർ അരുൺരാജും സജോ ദേവസ്യം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം ആർ അരുൺരാജിലേക്കാണ്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കൊല്ലം ആദിശല്ലൂർ വിളച്ചിക്കാല സ്വദേശിയായ ലൂക്കോസിന്റെ മൃതദേഹമാണ് ഇപ്പോൾ സംസ്കരിച്ചത്. ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ ഫെയ്ത്ത് ഹോമിലെ സെമിത്തേരിയിലാണ് സംസ്കാര കർമ്മങ്ങൾ പൂർത്തിയായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പൊതുദർശനമടക്കം നിർവഹിച്ച ശേഷമായിരുന്നു സെമിത്തേരിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇവിടെ മതപരമായ ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. വലിയൊരു ജനാവലി തന്നെ ഈ സംസ്കാര ചടങ്ങുകളിലടക്കം പങ്കെടുക്കാൻ എത്തിയിരുന്നു. പൊതുദർശനത്തിനടക്കം ഒരു നാടിന്റെ പരിച്ഛേദമായി തന്നെ ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ ഹൃദയഭേദകമായ കാഴ്ചകളും വൈകാരികമായ മുഹൂർത്തങ്ങളും നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ലൂക്കോസിന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ ഇവർ ഒന്നും തന്നെ ഇപ്പോഴും ഈ തീരാവേദനയിലാണ്. കാരണം ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ മരണം ഉണ്ടാവുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും വീടുമായി സംസാരിക്കുകയും മക്കളുമായി സംസാരിക്കുകയൊക്കെ ചെയ്ത ലൂക്കോസിന്റെ മരണവിവരം വീട്ടിലേക്ക് എത്തിയ സമയം മുതൽ അവർക്കിത് വിശ്വസിക്കാൻ കഴിയാവുന്നതല്ല. അവസാന ഘട്ടത്തിൽ ഈ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുഖത്തൊന്ന് തൊടാൻ പോലും കഴിയാതെ ബന്ധുക്കൾ വിങ്ങലടക്കി പിടിച്ച് വേദന അടക്കിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച അത് കണ്ടു നിൽക്കുന്നവരെ പോലും കണ്ണിൽ ഈർണണിയിക്കുന്നതായിരുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മതപരമായ ചടങ്ങുകളടക്കം നടത്തിയ ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ സജോ ദേവസ്യയിലേക്ക് കൂടി ഇപ്പോൾ പോവുകയാണ്. എ വി ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പുനലൂരിൽ നിന്നാണ് ജയശങ്കർ ചേരുന്നത്. ജയശങ്കർ, അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. 10:30 കൂടിയാണ് ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചത്. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. കൊല്ലം ജില്ലാ കളക്ടറും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നാടിനെ സംബന്ധിച്ച് ഇത് വളരെ വേദനാജനകമായ ഒരു നിമിഷമാണ്. കാരണം കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ നാട്ടിൽ സജീവമായിരുന്ന, നാട്ടിലെ എല്ലാ കാര്യങ്ങളിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാജൻ. പൊടുന്നനെ ചിരികളോടുകൂടി വീട്ടിൽ നിന്നും മടങ്ങിയ സാജൻ ചേതനയേറ്റ ശരീരമായി വരുമ്പോൾ അവർക്ക് സഹിക്കാനാകാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവസാനമായി സാജനെ ഒരു നോക്ക് കാണുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യുവാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് വീട്ടിൽ നിലവിലെത്തിയിരിക്കുന്നത്. ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. 12 മണിക്ക് ശേഷം സഭയുമായി ബന്ധപ്പെട്ട മതപരമായ ചില ചടങ്ങുകൾ ഉണ്ടാകും എന്നറിയിച്ചിരുന്നു. ഇതുവരെ അത് തുടങ്ങിയിട്ടില്ല. അല്പനേരം കൂടി പൊതുദർശനം നടത്തിയ ശേഷം അത്തരം ചടങ്ങുകളും കൂടി, കുർബാന ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തിയതിനു ശേഷം 2 മണിയോടുകൂടി മാർത്തോമ പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും വലിയ തോതിലുള്ള ആളുകളാണ് ഇങ്ങോട്ട് സാജനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. ഇനി സജോ ദേവസ് കൂടി ചേരുന്നുണ്ട്. അവിടെ പയ്യാമ്പലത്ത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച അനീഷ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം കണ്ണൂർ പയ്യാമ്പലം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. സ്വദേശത്തും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം ആണ് മൃതദേഹം പയ്യാമ്പലത്തേക്ക് സംസ്കാരത്തിനായി എത്തിച്ചത്. നാട്ടിലൊരുക്കിയ പൊതുദർശന ചടങ്ങുകളിലും ഒപ്പം വീട്ടിലും നൂറുകണക്കിന് പേർ, ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കം നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 2.5 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതമാണ് അനീഷ് കുമാർ നയിച്ചിരുന്നത്. ഒരു തവണ കൂടി പോയി വന്നതിന് ശേഷം പ്രവാസ ജീവിതം മതിയാക്കണമെന്ന ആഗ്രഹം അദ്ദേഹം സുഹൃത്തുക്കളുമായൊക്കെ പങ്കുവച്ചിരുന്നു. അതിനുശേഷം നാട്ടിൽ സെറ്റിലാകണം, നാട്ടിൽ എന്തെങ്കിലും സംരംഭത്തിലേക്ക് കടക്കണം എന്ന ആഗ്രഹമൊക്കെ സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു. പക്ഷേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കിയാക്കി കുടുംബത്തെ ആശ്രയം കൂടിയാണ് മൂടിയത്. അതൊക്കെ ബാക്കിയാക്കിയാണ് അദ്ദേഹം വിട വാങ്ങുന്നത്. അത്രയും വൈകാരികമായ ഒരു മുഹൂർത്തമാണ്. മക്കളായ അശ്വിനും ആദിഷും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായിട്ടുമുണ്ട്. ഉന്മേഷ്, സജോ ദേവസ്യാണ് കണ്ണൂർ പയ്യാമ്പലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ അനീഷ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പയ്യാമ്പലത്ത് 4 മലയാളികളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ആകാശ് ശശിധരന്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാർ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ അല്പസമയം മുൻപ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ആകാശിന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. സർക്കാരിന് വേണ്ടി മന്ത്രി സജി ചെറിയാനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറുമാണ് റെയ്ത്ത് സമർപ്പിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറും നൽകിയിരുന്നു. എന്തായാലും ഇതിനുശേഷം മൃതദേഹം ഇപ്പോഴും ഇവിടെ കിടത്തിയിരിക്കുകയാണ്, പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഒരു 2 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ മുടിയൂർക്കോണത്തെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും വലിയ വിഷമത്തോടുകൂടി നാട് ആകാശ് ശശിധരന് വിട നൽകുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരിച്ചുപോയതാണ്. അമ്മ മെഡിക്കൽ ഷോപ്പിലെ ഒരു ജീവനക്കാരിയാണ്. ആ ജോലി കൊണ്ട് മാത്രമാണ് 2 മക്കളെയും പഠിപ്പിച്ചതും മൂത്ത മകളെ വിവാഹം കഴിച്ച് അയച്ചതും. ഇനി ആകാശായിരുന്നു ഈ വീട്ടിലെ ഏക പ്രതീക്ഷ. എന്തായാലും ആകാശിന്റെ വിവാഹമടക്കം നടത്താൻ ആലോചിച്ച് 2 മാസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉടനെ ഇങ്ങനെ ആകസ്മികമായ മരണം സംഭവിക്കുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ശ്രീ ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.